IT ഗൈഡൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇങ്ക്സ്കേപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ഇങ്ക്സ്കേപ്പ് എടുക്കുക. ഇങ്ക്സ്കേപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സേവ് ചെയ്ത് വെച്ചത് ഇവിടെ കിടപ്പുണ്ടായിരിക്കും. poster.svg എന്ന പേരിലായിരുന്നു നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നത്. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ സേവ് ചെയ്ത് വെച്ചത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ അതുപോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫയലിൽ ഓപ്പൺ ചെയ്യുക. ഫയൽ ഓപ്പൺ കൊടുക്കുക. ഫയൽ ഓപ്പൺ കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നത് സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡറിലായിരുന്നു. അതിൽ poster.svg എന്ന് കിടപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു ഡവിൻ്റെ ഇമേജ് എടുത്തിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡവിൻ്റെ ഇമേജ് എടുത്തിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഫയൽ ഓപ്പൺ കൊടുക്കുക. ഫയൽ ഓപ്പൺ അല്ലെങ്കിൽ Ctrl+O പ്രസ് ചെയ്യുക. ഫയൽ ഓപ്പൺ കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡവിൻ്റെ ഇമേജ് എടുത്തിടുക. ഈ ഡവിൻ്റെ ഇമേജ് നമുക്ക് സ്കൂൾ റിസോഴ്സസിലുണ്ട്. സ്കൂൾ റിസോഴ്സസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലാസ് 10 സ്കൂൾ റിസോഴ്സസ് ക്ലാസ് 10 ഓപ്പൺ ചെയ്യുക. അതിൽ dow.svg എന്ന് എടുക്കുന്നുണ്ട്. dow.svg അത് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ ആ ഡവിൻ്റെ ഇമേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇമേജിനെ നമ്മുടെ പോസ്റ്ററിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഈ ഡവിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് കോപ്പി ചെയ്ത് വേണം നമ്മുടെ പോസ്റ്ററിലേക്ക് കൊണ്ടിടാൻ. ഇവിടുന്ന് കോപ്പി ചെയ്യാൻ വേണ്ടി ഡവിനെ കോപ്പി ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് കോപ്പി കൊടുക്കുക. ഡവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിലെ Ctrl+C പ്രസ് ചെയ്യുക. അതും അല്ലെങ്കിൽ എഡിറ്റിൽ കോപ്പി ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് കോപ്പി ഓപ്ഷൻ ഉണ്ട്. കോപ്പി ചെയ്തു. എന്നിട്ട് ഇതിനെ ഒന്ന് മിനിമൈസ് ചെയ്തിട്ടു. ഇനി ഈ ഡവിനെ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, പേസ്റ്റ്, റൈറ്റ് ക്ലിക്ക് പേസ്റ്റ്. അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+V പ്രസ് ചെയ്യുക. അതും അല്ലെങ്കിൽ എഡിറ്റിൽ പേസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റിൽ പേസ്റ്റ് ഓപ്ഷൻ ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ ഡവിനെ തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഇനി അടുത്തായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു തണ്ടും കുറച്ച് ഇലകളും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ തണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഡ്രോ ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ്. ഡ്രോ ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ്. അതും അല്ലെങ്കിൽ കീബോർഡിൽ B പ്രസ് ചെയ്യുക. ഈ ടൂൾ എടുത്തു, ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ വരെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഡ്രോ ബേസിയർ കർവ് ടൂൾ എടുത്തു. ആദ്യം ഒരിടത്ത് ക്ലിക്ക് ചെയ്തു. എവിടെ വരെയാണ് വേണ്ടത് അവിടെ വരെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി ഇതിൻ്റെ കളറ് ഒരു ഗ്രീൻ കളറാണ്. നോക്കി, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഗ്രീൻ കളറാണ്. അപ്പം നമുക്ക് അതിനൊരു ഗ്രീൻ കളർ കൊടുക്കണം. നമ്മൾ വെറുതെ ഒരു ഗ്രീൻ കളറാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ ഫില്ല് ഓപ്ഷനിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോക്കാണ്. അപ്പോൾ സ്ട്രോക്കിനാണ് നമുക്ക് കളർ കൊടുക്കുന്നത്. ഞാനിത് രണ്ടും ഒന്ന് ചെയ്ത് കാണിക്കാം. ആദ്യം ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നോക്കിയാൽ ഈ ഫില്ല് ഓപ്ഷനിലാണ് ഗ്രീൻ കളർ വന്നിരിക്കുന്നത്. ശരിക്കും നമുക്കിതിൻ്റെ സ്ട്രോക്കിനാണ് കളർ കൊടുക്കേണ്ടത്. സ്ട്രോക്കിന് കളർ കൊടുക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. കീബോർഡിലെ
ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് കളർ കൊടുക്കുക. കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഗ്രീൻ കളർ കൊടുക്കുക. ഇനി ഇതിന് ഇത്തിരി വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ടൂൾ എടുത്ത് ഈ ലൈനിനെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ F പ്രസ് ചെയ്യുക. അതിൽ സ്ട്രോക്ക് സ്റ്റൈലിൽ വിഡ്ത്ത് കൂട്ടി കൊടുക്കുക. ഈ പ്ലസ്സിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ വിഡ്ത്ത് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതിനൊരു ഇത്തിരി വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ്. അല്ലെങ്കിൽ കീബോർഡിൽ N പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇതിനൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണോ അതിന് ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വളയ്ക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമുക്ക് സ്ട്രോക്കിന് മാത്രമല്ല ഈ ഫിൽ കളർ വന്നിട്ടുണ്ടല്ലേ. ഈ ഫിൽ കളർ നമുക്ക് ആവശ്യമില്ല, നമുക്ക് സ്ട്രോക്കിന് മാത്രമാണ് കളർ ആവശ്യമുള്ളൂ. ഫിൽ കളർ എങ്ങനെയാണ് കളയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ജസ്റ്റ് അതിനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഏറ്റവും താഴെ ഇടതുവശത്ത് കാണുന്ന ഈ ഇൻറ്റു മാർക്കിൽ പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ആ ഫിൽ കളർ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പം സ്ട്രോക്കിന് മാത്രമാണ് കളർ വന്നിട്ടുള്ളത്. നമുക്ക് ഈ സ്ട്രോക്കിനെ തൽക്കാലം ഇവിടെ നിന്ന് മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, അവിടേക്ക് വെച്ചു. അതിനുശേഷം നമുക്ക് ഈ ലീവ്സ് ആണ് വരയ്ക്കേണ്ടത്. ലീവ്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലീവ്സ് വരയ്ക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ സർക്കിൾ ടൂളാണ് എടുക്കേണ്ടത്. സർക്കിൾ ടൂൾ എടുത്തിട്ട് നമ്മുടെ കീബോർഡിലെ ഷിഫ്റ്റും കൺട്രോൾ കീയും പ്രസ് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ലെവലിൽ അത് വരയ്ക്കാൻ പറ്റും. കീബോർഡിലെ ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്തുകൊണ്ടാണ് ഇത് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒരേ ലെവലിൽ അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെഡ് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ നിന്നൊരു റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഒരു റെഡ് കളർ കൊടുത്തു. എനിക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. നമുക്കിവിടെ സ്ട്രോക്കിൻ്റെ ആവശ്യമില്ല. ഈ സ്ട്രോക്ക് കളയുന്ന എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഇടതുവശത്ത് താഴെ കാണുന്ന ഇൻറ്റു മാർക്ക് പ്രസ് ചെയ്യുക. കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഇൻറ്റു മാർക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ ആ സ്ട്രോക്ക് പോയിരിക്കുന്നതായിട്ട് കാണാം. ഇനി വീണ്ടും ഇതുപോലെ ഒരു സർക്കിളും കൂടെ എടുത്തിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു യെല്ലോ കളറുള്ള ഒരു സർക്കിളും കൂടെ എടുത്തിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും സർക്കിൾ ടൂൾ എടുത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ സർക്കിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഈ സർക്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, റൈറ്റ് ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ്, അല്ലെങ്കിൽ കൺട്രോൾ D പ്രസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഡ്യൂപ്ലിക്കേറ്റിനെ കാണാൻ സാധിക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു യെല്ലോ കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിന് വേണ്ടി ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പാസിറ്റി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ രണ്ട് സർക്കിളിനെയും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യണം. രണ്ട് സർക്കിളിനെയും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതിന് പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ സെലക്ട് ചെയ്യുക. മനസ്സിലായോ? ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിൾ മാത്രമാണ് സെലക്ട് ആവത്തുള്ളൂ. നമ്മൾ ഈ രണ്ട് സർക്കിളിനെയും പുറത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്ഷൻ എടുക്കുക. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക്, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് F പ്രസ് ചെയ്യാം. ഈ വിൻഡോയിൽ ഇവിടെ ഫിൽ ഓപ്ഷൻ എടുക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ഫിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലറും ഉണ്ട്, ഒപ്പാസിറ്റി ഉണ്ട്.
ഇവിടെ ഒപ്പാസിറ്റിയാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. ഒപ്പാസിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരിക. ഒപ്പാസിറ്റി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ വന്നിരിക്കുന്നിടത്ത് മാത്രം ഒരു ഡാർക്ക് കളറും ബാക്കി രണ്ടിടത്തും ഒരു ലൈറ്റ് ഷെയ്ഡും ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഈ വിൻഡോയിനെ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം മതി. ഈ ഒരു പോർഷനായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനെ രണ്ടിനെയും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം പാത്തിൽ ഇൻ്റർസെക്ഷൻ എടുക്കുക. പാത്തിൽ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഇൻ്റർസെക്ഷൻ ആ പോർഷൻ മാത്രമായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ വീണ്ടും കൺട്രോൾ ഷിഫ്റ്റും ഒക്കെ പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസ് നമുക്കിങ്ങനെ കുറയ്ക്കാവുന്നതാണ്. ഇനി ഇത് ഒരു ഇലയാണല്ലേ, ഇലയുടെ കളർ ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യണം. നമ്മൾ ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. നമ്മളിവിടെ ഗ്രീൻ കളർ ഈ കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത്, പക്ഷേ വന്നിരിക്കുന്നത് ഈ കളറാണ്. കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒപ്പാസിറ്റി കുറഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടിക്കൊടുത്തിരിക്കുക. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക്, അതിൽ ഫിൽ ടാഗിലെ ഒപ്പാസിറ്റി കൂട്ടിക്കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ കളർ മാറുന്നതായിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇതിനനുസരിച്ച് ഏതെങ്കിലും ഒരു കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ഈ വിൻഡോയും ക്ലോസ് ചെയ്ത് വിടാം. ഇത് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം. ഇനി കുറേ ലീവ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഈ ലീവ്സൊക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഓരോ പ്രാവശ്യം ഈ സർക്കിൾ ടൂൾ എടുത്ത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് കണ്ട പോലെ തന്നെ ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. റൈറ്റ് ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ്, അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ മാറ്റിയാൽ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ഇതിനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇവിടെ ഈ തണ്ടിൻ്റെ കളർ ഞാൻ ഏകദേശം ഇലയുടെ ഒരു ഷെയ്ഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ എടുത്തത്. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഈ ഓരോ ഇലകളെയും എടുത്ത് ഇതിങ്ങനെ ഇവിടെ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ഇതെടുത്ത് ഇനി ഇവിടെ വരുമ്പോൾ ഒന്ന് ചെരിയണം അല്ലേ? അതിന് വേണ്ടി നമ്മൾ ഈ ഇലയുടെ മുകളിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ മാറുന്നതായിട്ട് കാണും. എന്നിട്ട് ഇവിടെ പിടിച്ച് ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നു ഒന്നുകൂടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനിങ്ങനെ ചേഞ്ച് ചെയ്തു വെച്ച് അതുപോലെ തന്നെ
ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതിനെ ഈ ഒരു തണ്ടിനെ മുഴുവനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഇലകളായിട്ട് മാത്രമാണ് ഇങ്ങോട്ട് മാറത്തുള്ളൂ. ഇതിനെ മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. ആദ്യം തന്നെ അതിനെ മുഴുവനായിട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ഓപ്ഷൻ എടുക്കുക. ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ഓപ്ഷൻ അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+G പ്രസ് ചെയ്യുക. ഒബ്ജക്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ Ctrl+G പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മുഴുവനായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കും. ഇതിനെ ഇവിടെ കൊണ്ടിടുന്നു. ഇനി അടുത്തായിട്ട് നമ്മളോട് ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ കുറച്ച് സർക്കിളുകൾ എടുത്തിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് സർക്കിൾസ് എലിപ്സ് ആൻഡ് ആർക്സ് എന്ന ടൂള് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കീബോർഡിലെ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ ലെവലിൽ അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് ശേഷം അതിനൊരു റെഡ് കളറാണ് കൊടുക്കുന്നത്. അതിനൊരു റെഡ് കളർ കൊടുത്തു. ഇതിന് നമുക്ക് സ്ട്രോക്ക് ആവശ്യമില്ല. സ്ട്രോക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഇൻറ്റു മാർക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്ട്രോക്ക് പോയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വലിച്ചു വെക്കുന്നു. അതിനുശേഷം ഒന്നിൽ കൂടുതൽ സർക്കിളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. എനിക്ക് കളർ കൂടി വരുന്ന കുറേ സർക്കിളുകൾ കാണാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ വീണ്ടും സർക്കിൾ കൊടുക്കേണ്ട കാര്യമില്ല. ഈ കീബോർഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ കൊടുക്കുക. അതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിതിൻ്റെ സൈസ് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. വീണ്ടും ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ കൊടുക്കുക. വീണ്ടും കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ കൊടുക്കുന്നു. കീബോർഡിലെ കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി അതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കുന്നു. വീണ്ടും ഏറ്റവും ഉള്ളിലായിട്ടുള്ളൊരു കളറ് ഏകദേശം ഒരു ആഷ് കളറാണ്. വീണ്ടും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഒരു ആഷ് കളറ് സെലക്ട് ചെയ്തു. വീണ്ടും അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കും. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിടുകയാണെങ്കിൽ ഓരോ സർക്കിളായിട്ടാണ് ഇത് വരുന്നത്. നമുക്കിതിനെ മുഴുവനായിട്ട് നമുക്ക് മൂവ് ചെയ്യണം. അതിനു വേണ്ടി ഇതിനെ മുഴുവനായിട്ട് ഇങ്ങനെയൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എടുക്കുക. ഇതിപ്പം ഒന്നിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇതിനെങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ടിട്ടു. നമുക്ക് ടെക്സ്റ്റിലെ പോലെ ഇതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമ്മുടെ ഡവിൻ്റെ കളറ് ഒരു വൈറ്റ് കളറാണ്. നമുക്ക് ആ ബ്ലാക്ക് കളറ് മാറ്റി വൈറ്റ് കളറാക്കണം. ഇത് നോക്കുക, ബ്ലാക്ക് കളറാണ്. നമുക്ക് അതിന് വേണ്ടി ഈ ഡവിനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഡവിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഡവിന് വൈറ്റ് കളർ കൊടുക്കുമ്പോൾ അത് കാണാനായിട്ട് നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് കാണാൻ സാധിക്കില്ല. നമുക്ക് അതിനെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടിട്ടിട്ട് അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അതിന് ഈ ഡവിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു വൈറ്റ് കളറാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് ഫില്ലാവുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊരു ഫിൽ കളറാണ് നമ്മൾക്ക് സെലക്ട് ചെയ്തത്. പക്ഷെ നമുക്ക് ഫിൽ കളർ അല്ല വേണ്ടത്. ഇതിൻ്റെ സ്ട്രോക്കിനാണ് വൈറ്റ് കളർ കൊടുക്കേണ്ടത്. സ്ട്രോക്കിന് വൈറ്റ് കളർ കൊടുക്കണം. അതിനു വേണ്ടി കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ കൊടുത്തു.
ഈ ഡവിനെ ഇങ്ങനെ ഇതിനുള്ളിൽ വെച്ചതിന് ശേഷം ഡവിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് സെലക്ട് ചെയ്താലാണ് നമുക്ക് ഡവിനെ മാത്രമായിട്ട് ചില സമയത്ത് സെലക്ട് ആവത്തുള്ളൂ. ഡവിനെ ഞാൻ ഇവിടെ വെക്കുന്നു. അതിന് ശേഷം ഇതിനെ ഇവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഡവിനെ മാത്രമായിട്ട് ചേഞ്ചസ് വരുത്താം. ഇനി ടെക്സ്റ്റിൽ നോക്കുക, ഈ ഡവിൻ്റെ കണ്ണിന് മാത്രം ഒരു വൈറ്റ് കളറാണ്. കണ്ണിന് മാത്രം വൈറ്റ് കളർ. നമുക്കുള്ള ഡവിൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് കളറാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കണ്ണിന് മാത്രമായിട്ട് വൈറ്റ് കളർ കൊടുക്കണം. അതിനായിട്ട് ഈ ഡവിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് കിടക്കുന്നത്. ഇതിനെ നമ്മൾ അൺഗ്രൂപ്പ് ചെയ്യണം. കണ്ണിന് മാത്രമായിട്ട് വൈറ്റ് കളർ കൊടുക്കാനായിട്ട് ആദ്യം ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യണം. അൺഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം ഡവിനെ സെലക്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ അൺഗ്രൂപ്പ് എടുക്കുക. ഒബ്ജക്റ്റിൽ അൺഗ്രൂപ്പ് അല്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് കൺട്രോൾ ജി പ്രസ് ചെയ്യുക. ഇപ്പോൾ അൺഗ്രൂപ്പായി. ഇനി നമുക്ക് ഈ കണ്ണ് മാത്രം സെലക്ട് ചെയ്യാം. അൺഗ്രൂപ്പ് ആയതിനു ശേഷം ഈ കണ്ണ് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. അത് ഫിൽ കളറാണ് വരുന്നത്, അതുകൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് വൈറ്റ് കളർ കൊടുക്കാം. ഇപ്പം ഡവിൻ്റെ കണ്ണിന് വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓരോ പാർട്ടായിട്ടാണ് മൂവ് ആവുന്നത്. അങ്ങനെ വരുന്നത് ശരിയല്ല. അതിന് വേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഈ ഡവിനെ മാത്രമായിട്ടൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഇപ്പം ഡവിനെ നമുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഇനി ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോലെ നമുക്കിതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ സർക്കിളിനെ ഇവിടെ കൊണ്ടുവച്ചു. അതിന് ശേഷം ഈ ഡവിനെ ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡവിനെ കാണാൻ സാധിക്കുന്നില്ല. കാരണം ആ സർക്കിളിൻ്റെ പുറകിലേക്കാണ് ആ ഡവ് പോയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ സർക്കിളിൻ്റെ മുകളിലേക്ക് ഡവിനെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി കീബോർഡിലെ പേജ് അപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കീബോർഡിലെ പേജ് അപ്പ് അല്ലെങ്കിൽ കീബോർഡിലെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതും അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റേസ് സെലക്ഷൻ ടു ടോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റേസ് സെലക്ഷൻ ടു ടോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റിൽ റേസ് ടു ടോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റിൽ റേസ് ടു ടോപ്പ് അത് കൊടുത്തു കഴിയുമ്പോൾ ഈ പ്രാവ് മുകളിൽ വരുന്നതായിട്ട് കാണാം. ഇനി ടെക്സ്റ്റിൽ നോക്കുക, ഈ പ്രാവ് വലതുവശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഡവിനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫ്ലിപ്പ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി എന്ന ടൂള് ക്ലിക്ക് ചെയ്യുക. ഫ്ലിപ്പ് സെലക്റ്റഡ് ഒബ്ജക്ട്സ് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ എച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ പ്രാവ് തിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രാവിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്നിട്ട് ഈ ലീഫിനെ നമുക്ക് ഇവിടെ പ്രാവിൻ്റെ ചുണ്ടൽ കൊണ്ടൊക്കെ ഇതിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്. സൈസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനിങ്ങനെ ചെറുതാക്കാൻ സാധിക്കും. അതിന് ശേഷം ഇതിനിങ്ങനെ കൊണ്ടുവയ്ക്കുക. ഏകദേശം അതുപോലെയൊക്കെ ആയി. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇതിൻ്റെ മുഴുവനായിട്ട് നമുക്കൊന്ന് പോകാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് കാണാൻ സാധിക്കും ഈ ലീഫ് അത് പുറകിലാണ് കിടക്കുന്നത് അല്ലേ. ഇതിനെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ടൂള് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് മേളിൽ വന്നു. ഇനി ഇതിന് മുഴുവനായിട്ട് നമുക്കൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഫയല് സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫയല് സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.
ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.